നമ്മുടെയൊക്കെ ഉള്ളില് ഉറങ്ങിക്കിടക്കുന്ന ചില മെമ്മറീസ് ഉണ്ട്. അത് ഒരു മാജിക്കൽ പവറും ഉണ്ട്. ചില ടൈം നല്ല ക്ലിയർ ആയിട്ട് പിക്ചറൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അന്ന് ആ ഒരു ടൈമില് നമ്മൾ അനുഭവിച്ച ആ ഒരു ഫീൽ, അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയതുപോലെ ഈ മാജിക്കൽ പവർ നമ്മളെ കൊണ്ടെത്തിക്കാറ്. ചില ടൈം നമ്മളെ വിഷമിപ്പിക്കാനും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുത്തിക്കാനും, ചില ടൈം നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കാനും ഈ മാജിക്കൽ പവറിന് പറ്റും. ഒരിക്കൽ ഒരു ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു പ്ലേസ്, അത് ഇമാജിനേഷനിലൂടെ അവിടെ എത്തിക്കാനും, അതുപോലെ തന്നെ നമ്മൾ പോവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഇമാജിനേഷനിലൂടെ അവിടെ എത്താനും ഈ പവർ നമ്മളെ സഹായിക്കും. ഇതൊരു കേൾക്കാൻ പറ്റുന്ന മാജിക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അതെ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഇമ്പോർട്ടന്റ് പാർട്ടായി നമ്മൾ ഏറ്റെടുത്ത നമ്മുടെ സോങ്സ്, മ്യൂസിക് തന്നെയാണ് ഈ മാജിക്കൽ പവർ. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ പറഞ്ഞത് എന്താ കറക്റ്റ് അല്ലേ? സോങ്സിന് ഒരു മാജിക്കൽ പവർ ഇല്ലേ? ഇതിപ്പോ ഞാൻ ഇവിടെ വന്ന് പറയാൻ കാര്യം എന്താണെന്നല്ലേ, എനിക്ക് ഇന്നലെയാണ് ഈ കാര്യം മനസ്സിലായത്. കാരണം ഞാൻ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഒരു സോങ് കേൾക്കാനിടയായി. അപ്പോ നമ്മളൊക്കെ ഒരിക്കൽ കൂടി പോവാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ നമ്മുടെ ലൈഫിൽ ഇനി ഒരിക്കലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാലമുണ്ട്, നമ്മുടെ കുട്ടിക്കാലം. അതെനിക്ക് ഓർമ്മ വന്നു. പോലെ നിങ്ങളുടെ മെമ്മറീസിനെ വിളിച്ചുണർത്തുന്ന ചില സോങ്സ് കാണും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സോങ്. ആ സോങ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം എത്ര പേർക്ക് ആ സോങ് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്.